നമസ്കാരം. എത്ര ലവ് ജിഹാദ് കൊലപാതകങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചാലാണ് ഇതൊന്ന് അവസാനിക്കുക എന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. വീണ്ടും ഒരു ലവ് ജിഹാദ് കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ്. ഈ ലവ് ജിഹാദിൽ ഒരു വ്യത്യസ്തതയുള്ളത്, പതിവ് പോലെ പെൺകുട്ടി ജിഹാദിയുടെ പ്രണയത്തിൽ മയങ്ങി അങ്ങോട്ടേക്ക് പോയി വെട്ടിനുറുക്കപ്പെട്ട് ഫ്രിഡ്ജിനകത്ത് കയറുകയോ ഏതെങ്കിലും അഴുക്ക് ജാലിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്ത ഒരു സംഭവമല്ലത്. ജിഹാദിയുടെ പ്രണയാഭ്യർത്ഥനകളും മതം മാറാനുള്ള നിർബന്ധങ്ങളും തടഞ്ഞതിനെ തിരസ്കരിച്ചതിനെ ചൊല്ലിയാണ് ഈ കൊലപാതകമുണ്ടായിരിക്കുന്നത്. സംഭവം നടന്നിരിക്കുന്നത് രാജ്യ തലസ്ഥാനമായ ദില്ലിയിലാണ്, തിലക് നഗറിൽ 21 വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടി, മുസ്കാൻ എന്നാണ് പേര്, ജിഹാദിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ ജിം ട്രെയിനറായ ജിഹാദി ഒളിവിലാണ്. മതപരിവർത്തനത്തിന് സമ്മതിക്കാത്തതാണ്, അയാളുടെ പ്രണയത്തിനും അയാളുടെ ഇംഗിതത്തിനും വഴങ്ങിക്കൊടുക്കാത്തതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ പോലീസിന് ബോധ്യമായിട്ടുണ്ട്. സംഭവം പശ്ചിമ ദില്ലിയിലെ തിലക് നഗർ പ്രദേശത്ത് 21 വയസ്സുകാരിയായ വിദ്യാർത്ഥിയും മോഡലുമായ മുസ്കാൻ സ്ഥിരമായൊരു ജിമ്മിൽ പോകുമായിരുന്നു. അപ്പോൾ ഇയാളുടെ മുസ്കാൻ്റെ ജിം ട്രെയിനറായിട്ട് വന്നത് ഇമ്രാൻ എന്ന ഒരു ജിഹാദിയാണ്. ഈ ഇമ്രാൻ എന്ന ജിഹാദി നിരന്തരമായി മുസ്കാൻ്റെ പിന്നാലെ നടക്കുകയും ശല്യപ്പെടുത്തുകയും പ്രണയാഭ്യർത്ഥന നടത്തുകയും പ്രണയാഭ്യർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് മതം മാറി എന്നെ വിവാഹം കഴിക്കണമെന്നുള്ള അഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു. മുസ്കാൻ്റെ കുടുംബം പറയുന്നത് മുസ്കാൻ സ്ഥിരമായി അയാളുടെ ഈ അഭ്യർത്ഥനകളും ഈ അപ്രോച്ചുകളുണ്ടല്ലോ, അഡ്വാൻസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇതെല്ലാം നിരാകരിച്ചിരുന്നു. അതിൽ അയാൾക്ക് പകയുണ്ടായിരുന്നിരിക്കാം. സംഭവ ദിവസം ഈ കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. മുസ്കാൻ താമസിച്ചിരുന്ന ന്യൂ മഹാവീർ നഗറിലെ ഒരു 4 നില കെട്ടിടത്തിലാണ്. ആ 4 നില കെട്ടിടത്തിൻ്റെ 2ാം നിലയിലാണ് മുസ്കാൻ താമസിച്ചിരുന്നത്. കാരണം ഒരു മോഡലും ഒക്കെ ആകുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. ആ വീട്ടിനുള്ളിലേക്ക് മുസ്കാൻ്റെ താമസ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറിയ ഇയാളൊരു കത്തി ഉപയോഗിച്ച് മുസ്കാനെ തുടരെ കുത്തുകയായിരുന്നു. അപ്പോൾ ആക്രമണത്തിന് ശേഷം അയൽവാസികൾ ഈ ഭീകര ദൃശ്യത്തിന് സാക്ഷികളാണ്. അതുകൊണ്ട് സാക്ഷികളുണ്ട്. ഇയാളല്ല എന്നുള്ള ഒരു വാദം ഇപ്പോൾ ഇവിടെ നിലനിൽക്കില്ല, അതിന് പ്രസക്തി പോലുമില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ ജിഹാദിയെ ഇപ്പോൾ പോലീസ് കാര്യമായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, പ്രണയത്തിൽപ്പെട്ട് ഫ്രിഡ്ജിൽ കയറിയാലും അഴുക്കുചാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയാലും അല്ലെങ്കിൽ പ്രണയം നിരസിച്ചാലും ഇവനെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി രാജ്യത്താകമാനം മാറിയിരിക്കുകയാണ് ഈ ജിഹാദികളുടെ ശല്യം കാരണം. ചിന്തിച്ചു നോക്കുക, ദില്ലിയിൽ ഭരണം BJPയുടെ കയ്യിലാണ്, കേന്ദ്ര സർക്കാർ BJPയുടേതാണ്, ദില്ലി പോലീസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അമിത്ഷാ നേരിട്ടാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ പോലും, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും ജിഹാദികൾക്ക് ഇത്രയും ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കണം അവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ച് അത്തരത്തിലുള്ള ആൾക്കാരെ എന്ന് പറയുമ്പോൾ തിരഞ്ഞു പിടിച്ച് അത്തരത്തിലുള്ള ആൾക്കാരെ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമൂഹത്തെ തന്നെ മാറ്റി നിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നെനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇതിനിടയിൽ നിന്ന് നല്ല ജിഹാദി ആരാണ്, മോഡറേറ്റ് ജിഹാദി ആരാണ്, മോശം ജിഹാദി ആരാണ് എന്ന് നാം എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ പെൺകുട്ടികളുടെ ശരീരത്തിലേക്ക് ഇവന്മാർ കത്തി കയറ്റുമ്പോൾ മാത്രമേ ഒരുപക്ഷെ നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതിനും ചീത്തയ്ക്കും ഇവരോട് യാതൊരു ബന്ധവും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയല്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ് നല്ലത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് മതേതരത്വത്തിൻ്റെ ലഹരിയിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ലഹരിമുക്ത സനാതനിയായിരിക്കുന്നു, സനാതനധർമ്മത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിരിക്കുന്നു. അല്ല, അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പാടുണ്ടോ? കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴും കാലാകാലങ്ങളായി നമ്മുടെ മസ്തിഷ്കത്തിൽ നാം പോലും അറിയാതെ അടിച്ചേൽപ്പിക്കപ്പെട്ട ചില ചിന്തകളുടെ, ചില ബോധ്യങ്ങളുടെ അടിമകളായി നമ്മൾ തുടരുകയാണ് എന്ന് വേണം കരുതുവാൻ. ഞാൻ നമ്മളിൽ എന്നെ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അതിൽ നിന്ന് ഞാൻ എന്നോ പുറത്ത് കടന്നു കഴിഞ്ഞു. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ലഹരി മുക്തനാണോ, ലഹരിക്കടിമയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഇവിടെ ചോദ്യം നമ്മുടെ ഭാവിയെക്കുറിച്ചല്ല, നമ്മുടെ പെൺമക്കളുടെ ഭാവിയെക്കുറിച്ചാണ്, വരും തലമുറയുടെ ഭാവിയെക്കുറിച്ചാണ്. ഇനി അങ്ങോട്ടേക്ക്
നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ട, നാഴികയ്ക്ക് 40 വട്ടം പലരും പുരപ്പുറത്ത് കയറി എന്ന് വിളിച്ചു കൂവുന്ന ജെൻസിയുടെ ഭാവിയെക്കുറിച്ചാണ്. ആ ജെൻസിയുടെ ഇടയിലേക്ക് അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ബോധ്യമുണ്ടാകണമെന്നില്ല, ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ അറിയണമെന്നില്ല. അവരെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ വളർത്തുക. ഇത്തരത്തിലുള്ള ജിഹാദികളിൽ നിന്ന് അകലം പാലിക്കുവാനായി യാതൊരു തരത്തിലുള്ളത്, ഒരു ജിമ്മിൽ ചെല്ലുമ്പോൾ ട്രെയിനർ ഇമ്രാനാണെങ്കിൽ ആ ജിമ്മിലേക്ക് പോകണ്ട എന്ന് വെക്കുക. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് വെച്ച് ഉണ്ണികൃഷ്ണനാണ് ട്രെയിനറെങ്കിൽ ഉണ്ണികൃഷ്ണൻ നല്ലവനാകണമെന്നില്ല. പക്ഷേ 10-1 മാത്രമേ ഉണ്ണികൃഷ്ണൻ മോശക്കാരനാകുവാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വെച്ച്. അത് കേരളമാണെങ്കിലും ശരി, ദില്ലിയാണെങ്കിലും ശരി, മുസ്കാനാണെങ്കിലും ശരി, മുംതാസ് ആണെങ്കിലും ശരി. മുംതാസിനെ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള ഇമ്രാന്മാർ ആക്രമിക്കാറുണ്ട്, മുംതാസ് മതം വിട്ട് പുറത്തു വന്നാൽ. അല്ലെങ്കിൽ നമ്മുടെ മുത്തുമണിയാണെങ്കിലും ശരി, മുസ്കാനും മുത്തുമണിയും എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളുടെ പെണ്ണുങ്ങളാണ്. നമുക്ക് ഏത് തരത്തിലും അടിമക്കച്ചവടം ചെയ്യുവാനുള്ള പെണ്ണുങ്ങളാണ് എന്നുള്ള മതബോധം ഇവൻ്റെയൊക്കെ ഉള്ളിലേക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഊട്ടി വളർത്തി അതിനുമപ്പുറത്തേക്ക് ഈ പ്രാകൃതരായി വളരുന്നു എന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നാം. ഇത്തരത്തിലുള്ള മതബോധം ഊട്ടി വളർത്തപ്പെട്ടവർ പ്രാകൃതരായിരിക്കുമെന്ന് തോന്നാം. അല്ല, അവർ കാലത്തിനു അനുസരിച്ച് മാറി ഏതൊക്കെ തരത്തിലാണോ ഇത്തരത്തിലുള്ള വലകൾ വിരിക്കുവാൻ ഉള്ള അവസരങ്ങളുള്ളത്, എവിടെയൊക്കെയാണോ ആ അവസരങ്ങളുള്ളത്, അവിടെയെല്ലാം അവർ നുഴഞ്ഞു കയറി അവരുടെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അത് ജിമ്മുകളിലാകട്ടെ, വ്യായാമശാലകളിലാകട്ടെ, ടർഫുകളിലാകട്ടെ, ഭക്ഷണശാലകളിലാകട്ടെ, വസ്ത്രശാലകളിലാകട്ടെ, IT ഫീൽഡിലാകട്ടെ. TCSൻ്റെ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഏത് തരത്തിലായാലും ഏത് തലത്തിലായാലും അവരുടെ സാന്നിധ്യം നുഴഞ്ഞു കയറി അവർ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങളെ അവർ ജിഹാദിയാണോ അല്ലയോ എന്നുള്ള ഒരു വിശകലനത്തിനും വിശദീകരണത്തിനും ഒന്നും നാം മുതിരേണ്ടതില്ല. അങ്ങനെ മുതിരുവാനുള്ള സമയമോ സാഹചര്യമോ നമ്മുടെ മുൻപിലില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ, അത് മാത്രമേ ഈ സമൂഹത്തെ നന്നാക്കുവാനായി എനിക്കും നിങ്ങൾക്കും ഒരു ആയുധമായി, ഒരു ഉപകരണമായി ഉപയോഗിക്കുവാനും സാധിക്കുകയുള്ളൂ. തല്ലാനും കൊല്ലാനും പോയിട്ട് കാര്യമില്ല. ഒരു ഇമ്രാനെ നിങ്ങൾ തല്ലിക്കൊന്നു എന്ന് കരുതുക, സാങ്കല്പികമായൊരു സാഹചര്യമാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക. 10 ഇമ്രാന്മാരുണ്ടാകും, അല്ലെങ്കിൽ 4 ഫക്രുദ്ദീന്മാരുണ്ടാകും അതിന് പകരം. അല്ലെങ്കിൽ അതിൻ്റെ പ്രതികാരമായി നിങ്ങളെ വഴിയിലിട്ട് അവർ വെട്ടിക്കൊല്ലും. എന്നിട്ട് അടുത്ത ഇരയെ തേടി അവർ പോകും. അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെട്ട് അനാഥരാകുന്ന നിങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്നാലെ തന്നെ അടുത്ത ഫക്രുദ്ദീന്മാർ വരും. എന്തു ചെയ്യും നിങ്ങൾ? സാമൂഹികമായി ഒറ്റപ്പെടുത്തുക, മാറി നടക്കുക. പിന്നെയും ഇടിച്ചു കയറിയാൽ നിയമത്തിൻ്റെ സഹായം തേടുക, അതിനുള്ള വഴികൾ നേടുക. തന്നെയുമല്ല, ഈ BJPയുടെ സർക്കാർ പരാജയമാണെന്ന് ഇതുകൊണ്ട് തെറ്റിദ്ധരിച്ച് കളയരുത്. കാരണം എല്ലാ പെൺകുട്ടികൾക്കും 10 പോലീസുകാരെ സുരക്ഷയിടുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള നടപടികളല്ല. പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ഇവരെ സംബന്ധിച്ച് ആ ജിമ്മിൽ പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യം മുസ്കാന് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. യാതൊരു തരത്തിലും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താതെ. കാരണം ഈ ജിഹാദിയുടെ എല്ലാ സമീപനങ്ങളും നിരസിച്ച് നിരാകരിച്ച് അവന് പുറംതിരിഞ്ഞു നിന്നൊരു പെൺകുട്ടിയാണ് മുസ്കാൻ. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരബദ്ധം ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ആ ജിമ്മിൽ തന്നെ തുടർച്ചയായി പോയിരുന്നു എന്നുള്ളതാണ്. അത് അവസാനിപ്പിച്ച് അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് പോലീസിലൊരു പരാതിയും നൽകണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനിയുള്ള മുത്തുമണിമാരെങ്കിലും, മുസ്കാന് പകരം ഇനി അടുത്തത് മുത്തുമണിയാകാം, അല്ലെങ്കിൽ മമതയാകാം. മമതാ ബാനർജിയല്ല, നമ്മുടെ മമതമാരാകാം. നമ്മുടെ പെൺകുട്ടികൾക്കും ഒരുപാട് പേർക്ക് മമത എന്ന് പേരുണ്ടല്ലോ, അവരാകാം. അവരെല്ലാം ചെയ്യേണ്ട കാര്യം ഇമ്രാന്മാരിൽ നിന്നും ഫക്രുദ്ദീന്മാരിൽ നിന്നും അകലം പാലിക്കുക. അതവരാരായാലും എത്ര നല്ലവരായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും, നിങ്ങളുടെ മുൻപിൽ അവർ ആ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ച് മുന്നോട്ട് വെച്ചാലും അവരിൽ നിന്ന് അകലം പാലിക്കുക. വെറുതെ എന്തിനു റിസ്ക് എടുക്കണം എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായി നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക, അവനവനോട് തന്നെ. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിരോധവും ഇവരോട് സാധ്യമല്ല. ഇവരോട് തർക്കിച്ച് ജയിക്കാനോ, അല്ലെങ്കിൽ എൻ്റെ അലി, എൻ്റെ ഇമ്രാൻ ഇങ്ങനെ അല്ല എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നാളത്തെ മുസ്കാൻ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ശ്രദ്ധയെപ്പോലെ ഫ്രിഡ്ജിനുള്ളിൽ വെട്ടിനുറുക്കപ്പെട്ട നിലയിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കാണേണ്ടി വന്നേക്കാം. അങ്ങനൊരു സാഹചര്യം ഒഴിവാക്കാൻ ജെൻസി കുട്ടികളും തീർച്ചയായും പരിശ്രമിക്കണമെന്നുള്ളതാണ് ഒരപേക്ഷയായി അവരോട് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. കാരണം അവരോടൊരു നിർദ്ദേശമോ ഉപദേശമോ നൽകുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അത് ജെൻസിയുടെ ഒരു പ്രത്യേകതയല്ല. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ആരും ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഒരു അപേക്ഷയായി മുന്നോട്ട് വയ്ക്കുകയാണ്. ചിന്തിച്ചൊരു തീരുമാനമെടുക്കുക. കാരണം അതിനൊക്കെയുള്ള പ്രാപ്തിയുള്ള കുട്ടികളാണ് ഇപ്പോഴുള്ള
20 വയസ്സുകാരിൽ ഭൂരിഭാഗവും. അതിനൊരു സംശയവുമില്ല. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ചിന്തകൾ കൃത്യമായി വിനിയോഗിക്കുക, ഇത്തരത്തിലുള്ള ഇമ്രാന്മാരെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുവാനായി. അത് മാത്രമേ ഇതിനൊരു സമാധാനമായി നമുക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളൂ, ഇതിനൊരു പരിഹാരമായി നമുക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പരിഹാരങ്ങൾ തീർച്ചയായും സമൂഹം ഒന്നാകെ കൈക്കൊള്ളണം. ഹിന്ദു സമൂഹമായാലും ക്രിസ്ത്യൻ സമൂഹമായാലും അവർ കാഫിറുകളെന്ന് വിളിക്കുന്ന സമൂഹം ഒന്നാകെ കൈക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു സാമൂഹികമായ ബഹിഷ്കരണം കൈക്കൊണ്ടാൽ മാത്രമേ ആ സമുദായം തന്നെ അവരുടെ ഉള്ളിലുള്ള ഇത്തരം ഇമ്രാന്മാരെ തിരഞ്ഞു പിടിച്ച് അതിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്ന് അവരെ തടയുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം. സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ മുസ്കാന്മാർ നമ്മുടെ ഇടയിൽ 20 വയസ്സിൽ നിന്ന് 80 വയസ്സ് വരെ സുഖമായി ജീവിക്കുന്നൊരു സാഹചര്യം ഭാരതമൊട്ടാകെ ഉണ്ടാവുകയുള്ളൂ. ഉത്തർപ്രദേശിലെ പോലെ കൈകാര്യം ചെയ്തിട്ട് പോലും കാര്യമില്ല. ഒരു ഇമ്രാനെ വെടിവെച്ച് കൊന്നാൽ കുറേ കാലത്തേക്ക് അടങ്ങിയിരിക്കുന്ന ഇമ്രാൻ ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ നിന്ന് കടന്ന് മഹാരാഷ്ട്രയിലെത്തി അവൻ്റെ പ്രവൃത്തി വ്യാപിപ്പിക്കും, അല്ലെങ്കിൽ ജാർഖണ്ഡിൽ പോയി, അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹം തന്നെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ, കൃത്യമായ ആസൂത്രണത്തോടും പദ്ധതിയോടും കൂടി തന്നെ ആ പെൺകുട്ടിയെ കുടുക്കിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്കത് കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ അതിന് നിയമപരമായിട്ടുള്ള തെളിവുകൾ സംഘടിപ്പിക്കുവാനോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുൻപിൽ എത്തിക്കുവാനോ പരിമിതികളുണ്ടാകും. അത്തരത്തിലുള്ള നിയമം പഠിച്ചും സാഹചര്യങ്ങൾ മുതലെടുത്തും അവർ കൃത്യമായി തന്നെ ഇത്തരത്തിൽ അവരുടെ ഇരകളെ വേട്ടയാടും. ആ ഇരകളെ വേട്ടമൃഗങ്ങളായി വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ സമൂഹമാണ്. ആ ഇരകൾക്ക് പ്രതിരോധം തീർക്കേണ്ടത് അച്ഛനും അമ്മയും തുടങ്ങി ചുറ്റുമുള്ള അവരുടെ സമുദായക്കാരാണ്. സമുദായക്കാരെന്ന് ഞാൻ പറയുന്നത് ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനി. വർഗീയത പറയുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും വിരോധമില്ല, പറയാതെ വയ്യ. മറ്റേ നമ്മുടെ ഷാനി പ്രഭാകരൻ്റെ പറയാതെ വയ്യ അല്ല, ഇത് പറയാതെ വയ്യ, പറഞ്ഞേ തീരൂ. ഈ വിഷയം തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. കാരണം ഇതൊരു അവസാനത്തെ ലവ് ജിഹാദ് കൊലപാതക വാർത്തയായിരിക്കില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എത്ര എണ്ണം ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വിശകലനം ചെയ്താൽ ഇതിനൊരു അവസാനമുണ്ടാകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, യോജിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം കമൻറ്റുകളിലൂടെ തീർച്ചയായും പങ്കുവയ്ക്കുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.